ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെക്കേഷനൊക്കെ ആയിട്ട് എന്താ പരിപാടി? എനിക്ക് വിഷുവിടെ ലീവാണ്. അപ്പോൾ വിഷുവിടെ ലീവായിട്ട് ഞാനിപ്പോൾ എനിക്കൊരു പുതിയ ഫോൺ വാങ്ങിച്ചു തന്നു. അപ്പോൾ അതിനകത്താണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ടത്. അപ്പോൾ ഓപ്പോ F29 ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അറിയാൻ പാടില്ല, ഞാൻ അറിയണത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാനൊരു ആഫ്റ്റർനൂൺ മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഒട്ടും വൈകാതെ എന്തൊക്കെ പണിയാണ് നമുക്ക് ഉള്ളത് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വാ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു. രാവിലെ എടുക്കുന്നത് വിചാരിച്ചു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പം നമുക്ക് ആഫ്റ്റർനൂൺ മിനി വ്ളോഗ് എടുക്കാം. ആഫ്റ്റർനൂണൊക്കെ ഞാൻ എന്ത് പണിയാണ് എടുക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ റിവ്യൂ, ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എടുത്ത് അതാണ് നിനക്ക് ഞാൻ ഈ മുടിയൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഇത് നമുക്കുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വീട് തുടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അസൈൻമെൻറ്റ് എഴുതി തീർക്കാനുണ്ട്. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുണ്ട്. ഈ മൂന്നും ഒരു പണിയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത്, ഫോണിൽ ചാർജില്ല, ഫോൺ ചാർജ് കുത്തിയിടണം, പിന്നെ വീട് തുടയ്ക്കണം, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ, പിന്നെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് എഴുതി തീർക്കൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആഫ്റ്റർനൂണുള്ള നമുക്ക് ഉള്ള പണികൾ. എൻ്റെ അമ്മേനോട് പറയണതാണ് ഒരു കാര്യം, മോളെ വീട് തുടയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് തുടയ്ക്കണം, വൃത്തിയായിട്ട് തുടച്ചില്ലെങ്കിൽ അമ്മക്ക് രണ്ടാമത് ഇരട്ടി പണിയാവും. അപ്പം നമ്മളിപ്പോൾ വീട് തുടയ്ക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് സങ്കടമാവും. അപ്പോൾ നമുക്ക് വീട് തുടയ്ക്കണ പരിപാടിയിലോട്ട് പോകും. ഇങ്ങനെയുണ്ട് വീട് തുടയ്ക്കണേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ തുടയ്ക്കാൻ പോണേന്, തുടയ്ക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടെ. നോക്കൂ, ഇങ്ങനെ വേണം തുടയ്ക്കാൻ. ഒന്നല്ല 2 പ്രാവശ്യം തുടയ്ക്കണം, എന്നാലാണ് പൊടി പോകുള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മളെ അടിച്ച് തുടച്ച് ഇവിടെയൊക്കെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ നോക്കൂ, അടിച്ച് തുടച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഉള്ളിലൊക്കെ. അപ്പോൾ ഗായ്സ്, നമ്മൾ തുടച്ച് കഴിഞ്ഞ് നമുക്കുള്ള പരിപാടി പാത്രം കഴുകാം. വിശക്കണില്ല, പക്ഷെ എഴുതണം, അസൈൻമെൻറ്റ് എഴുതണം. അപ്പോൾ നമുക്ക് പാത്രം കഴുകണ പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എഴുതാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജ് ഞങ്ങൾക്ക് എന്ത് ലീവാ, വിഷുവിൻ്റെ ലീവ് ഞങ്ങൾക്ക് തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈസ്റ്റർ ലീവ് കയറ്റിയെടുത്തു. അത്രയും ദിവസമായിട്ട് അസൈൻമെൻറ്റ് എഴുതിയില്ല. ഇപ്പോൾ ക്ലാസ് തുറക്കാറായ സമയത്താണ് 7 അസൈൻമെൻറ്റ് എഴുതാനുണ്ടെന്നുള്ളൊരു ബോധം വന്നത്. അപ്പോൾ നമ്മൾ എഴുതി തീർന്നില്ലെങ്കിൽ കയറി ചെല്ലുമ്പോൾ മാം നമ്മൾ ഓടിച്ചിടും പുറത്തേക്ക്. അപ്പോൾ അതേ ഇതൊക്കെയാണ് ഞങ്ങളുടെ അസൈൻമെൻറ്റ്. ഇത് എന്താ അസൈൻമെൻറ്റ് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ടെക്നിക്ക്. അപ്പോൾ ഞാൻ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് കാരണം ഫൈനൽ ഇയറിൻ്റെ അസൈൻമെൻറ്റൊക്കെയാണ് ഇത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ നോക്കണ്ട, അതൊക്കെ അങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് ഇനിയുണ്ട് അസൈൻമെൻറ്റ് എഴുതാൻ. നമുക്ക് അപ്പോൾ അസൈൻമെൻറ്റ് എഴുതുന്ന പരിപാടിയിലോട്ട് പോകാം. നോക്കൂ, ഇതൊക്കെയാണ് അസൈൻമെൻറ്റ്. ഞാൻ പടം വരച്ചാൽ കാണിച്ചിട്ട് ശരിക്കും കേട്ടോ, ഇതൊക്കെ ഓരോ ടെക്നിക്കാണ് കേട്ടോ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ. അപ്പം ഞാൻ അസൈൻമെൻറ്റൊക്കെ എഴുതി കഴിഞ്ഞ് എപ്പോൾ ഉറക്കം എന്ന് അറിയില്ല, പക്ഷെ എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരുന്ന ഉറപ്പാണ്. അപ്പം ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പം ഇതാണ് എൻ്റെ ഒരു ആഫ്റ്റർനൂൺ മിനി വ്ളോഗ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് കുറ്റോ അല്ലെങ്കിൽ കുറവോ അല്ലെങ്കിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറ. കാരണം ആദ്യമായിട്ട് വ്ളോഗ് എടുക്കണതാണ്. അപ്പം ഒരു കൊല്ലം മുമ്പ് ഞാൻ എടുത്ത് തുടങ്ങി, പിന്നെ നിർത്തി, പിന്നെ ഇപ്പോഴാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളത് പറയാം. അപ്പം അടുത്ത വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയ്ക്കും ടാറ്റാ.